ക്രോട്ടൺ ചെടികൾ പ്രിൻസ് എന്നും പറയാനായിട്ടുണ്ട്. തോട്ടത്തിൽ വളർത്തുന്നത് സാധാരണ പൂക്കളുടെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, ഇലകളുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വളരെയധികം വൈവിധ്യമുള്ള തരം ഇലകൾ കാണാറുണ്ട്. ഈ ചെടിക്ക് കൂടുതൽ പച്ചയാണ്. 2 ചെടികളാണ് ഇവിടെ അടുത്തടുത്ത ചെടിച്ചട്ടികളിലുള്ളത്. ഇതിന് കൂടുതൽ മഞ്ഞ നിറമുണ്ട്. അതിനാണ് ഇപ്പോൾ ഒരു പൂങ്കുല വന്നിരിക്കുന്നത്. ഇൻഫ്ലോറസൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പൂ വിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ സാധാരണ അങ്ങനെ ക്രോട്ടൻ്റെ പൂവൊന്നും കാണാറില്ല. പക്ഷെ പണ്ടെങ്ങാനും ഇതുപോലെ ചില പൂങ്കുലകൾ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഒരു ചെറിയ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ പൊതുവേ ഭംഗിയുള്ള പൂക്കളൊന്നും എന്തായാലും ഉണ്ടാവുമെന്ന് കണ്ടിട്ടില്ല ക്രോട്ടണിന്. ആ ഇലകളുടെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രോട്ടൺ ചെടികൾ വളർത്തുന്നത്. പിന്നെ ഇതിൽ പൂണ്ടായിട്ട് കായുണ്ടായിട്ട് തൈ ഉണ്ടാകുന്നത് കേട്ടിട്ട് പോലുമില്ല. കാരണം ഈ പൂക്കളിങ്ങനെ ഉണ്ടാവും കൊഴിഞ്ഞു പോകുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. പൂങ്കുല വളരെ വിശദമായിട്ടൊന്ന് നോക്കിയപ്പോഴാണ് ഇലകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചത്. ഇത് ഞാൻ മുമ്പും ചില ചെടികൾക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഇലയുടെ തുഞ്ചത്തെത്തുമ്പോൾ അതിൻ്റെ വെയിൻ മാത്രം, ഇലയുടെ ബ്ലേഡില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തലക്കിൽ ഒരു ചെറിയ ഇലയുടെ ഒരു കഷ്ണം. ഇത് മുമ്പും ചില ചെടികൾക്ക് കണ്ടിട്ടുണ്ട്. എല്ലാ ചെടികൾക്കൊന്നുമില്ല. ഇങ്ങനെ 1-2 വെറൈറ്റി ക്രോട്ടണിന് മാത്രമേ ഇങ്ങനെ കാണാറുള്ളൂ. ഒരു നൂല് പോലെ ഒരു കണക്ഷൻ മെയിൻ ഇലയും തലക്കിലുള്ള ചെറിയ ഇലയും തമ്മിൽ. കാണാനൊരു കൗതുകമാണ്. ഒരേ ഇലയ്ക്കല്ല, ഒരുപാട് ഇലകൾക്ക് അങ്ങനെ തന്നെയാണ് കാണുന്നത്.